അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റമളാനിന്റെ സുന്ദരമായ മാസപ്പിറവി കണ്ടാൽ നമ്മൾ ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? ആ ദിക്ർ എന്നറിയുമോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ റഅൽ ഹിലാൽ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാസപ്പിറവി കണ്ടാൽ ചൊല്ലുന്ന ഒരു ദിക്റുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാസപ്പിറവി കണ്ടാൽ ഈ ദിക്ർ ചൊല്ലുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് റമളാനിൻ്റെ മാസപ്പിറവി കണ്ടു എന്നറിഞ്ഞാൽ ഈ ദിക്ർ ചൊല്ലണം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ദുആ ഉണ്ടല്ലോ, ഈ ദിക്ർ ഉണ്ടല്ലോ, ഇൻഷാ അല്ലാഹ് ഇതൊന്നുകിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ എഴുതി വെക്കുകയോ ഒക്കെ ചെയ്യാം. എന്നിട്ട് റമളാനിൻ്റെ മാസപ്പിറവി കണ്ടു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊടുക്കുക. ഇത് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയ ദിക്റാണ്. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തതായി മഹാനാകുന്ന റവാഹു തുർമുദിയിൽ ഈ ഹദീസ് റിവായത്തായി വന്നിട്ടുണ്ട്. റമളാൻ മാസപ്പിറവി കണ്ടാൽ മറ്റ് ചില പ്രചാരണങ്ങളൊക്കെ ഉണ്ട്. അത് മറ്റൊരാളോട് പറഞ്ഞാൽ അവൻ നരകത്തിൽ നിന്നും മോചിതനാണ്. റമളാൻ മാസപ്പിറവി കണ്ട വിവരം ഒരാൾ മറ്റൊരാളോട് പറഞ്ഞാൽ അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. അങ്ങനെ തുടങ്ങി ചില അബദ്ധജടിലമായ പ്രചാരണങ്ങൾ വാട്സപ്പിലും സോഷ്യൽ മീഡിയകളിലുമൊക്കെ നടക്കാറുണ്ട്. അതൊക്കെ തീർത്തും തെറ്റാണ്. മൻ കദിബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു ഫിന്നാർ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നബി തങ്ങൾ പറയാത്ത കാര്യമാണെന്ന് അറിഞ്ഞിരിക്കെ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സീറ്റ് നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും റമളാൻ്റെ മാസപ്പിറവി കണ്ടു നിങ്ങൾ മറ്റൊരാൾ പറഞ്ഞാൽ നരകത്തിൽ പ്രവേശിക്കൂല എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലുള്ള ഹദീസുകളൊക്കെ തികച്ചും അബദ്ധജടിലമായ പ്രചാരണങ്ങളാണ്. അത്തരം പ്രചാരണങ്ങളിലും അത്തരം ഫോർവേഡ് മെസ്സേജുകളിലും ആരും വഞ്ചിതരാവരുത് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാസം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ചൊല്ലുമായിരുന്നു, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ. ഒന്നുകൂടെ ചൊല്ലാം, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമതി വൽ ഇസ്ലാം റബ്ബി വറബ്ബുകല്ലാഹു ഹിലാല റുഷ്ദിൻ വ ഖൈർ എന്ന ദിക്ർ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും. ഒന്നുകൂടി ചൊല്ലിത്തരാം, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമതി വൽ ഇസ്ലാം റബ്ബി വറബ്ബുകല്ലാഹു ഹിലാല റുഷ്ദിൻ വ ഖൈർ. ഇത് മാസം കണ്ടു കഴിഞ്ഞാൽ, മാസം കണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ദിക്ർ ചൊല്ലുക. ഒരുപാട് പവിത്രതകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഏറ്റവും വലിയ പവിത്രത എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി എന്നുള്ളത് തന്നെയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ റമളാൻ ആയിക്കഴിഞ്ഞാൽ പ്രത്യേക സന്തോഷം പ്രകടിപ്പിക്കുക. റമളാൻ്റെ വരവിൻ്റെ മുമ്പ് അതുപോലെ വീടുകളൊക്കെ വൃത്തിയാക്കുക, നനച്ചൂലൊക്കെ നടത്തുക. അതൊക്കെ വളരെ സുന്ദരമായ കാര്യമാണ്. വീടുകൾ വൃത്തിയാക്കുക, ശരീരം വൃത്തിയാക്കുക, മനസ്സ് വൃത്തിയാക്കുക, ദോഷങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക, പരിപൂർണമായി ദോഷങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. അങ്ങനെ ശരീരത്തിനെയും മനസ്സിനെയും നമ്മുടെ വീടിനെയും നമ്മുടെ താമസ സ്ഥലങ്ങളെയും നമ്മൾ ഇടപഴകുന്ന എല്ലാ സ്ഥലങ്ങളും വൃത്തിയാക്കൽ റമളാനിനെ ബഹുമാനിക്കുന്നതിൽപ്പെട്ടതാണ്. പള്ളികളും മദ്രസകളും അങ്ങാടികളുമൊക്കെ റമളാൻ കാരണം വൃത്തിയാക്കുന്നത് നല്ലത് തന്നെയാണ്, പുണ്യമുള്ള കാര്യം തന്നെയാണ്. ഒരു പവിത്രമായ ഏറ്റവും പ്രധാനിയായ ഒരു അതിഥി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ എത്രത്തോളം നമ്മൾ തയ്യാറെടുക്കുമോ അത്രത്തോളം നമ്മൾ റമളാനിന് വേണ്ടി തയ്യാറെടുക്കണം. റമളാനിൽ ഒരുപാട് സുഹൃത്തങ്ങൾ ചെയ്യാൻ വേണ്ടി സമയങ്ങൾ കണ്ടെത്തണം. നമ്മളുടെ എല്ലാ തിരക്കുകളിൽ നിന്നും നന്മകൾ ചെയ്യാൻ സമയം കണ്ടെത്തണം. ജോലി തിരക്കുകളുണ്ടാകും, മറ്റുള്ള തിരക്കുകളുണ്ടാകും. എല്ലാ തിരക്കുകളിൽ നിന്നും സുഹൃതങ്ങൾ ചെയ്യാൻ, ഖുർആൻ പാരായണങ്ങൾ ചെയ്യാൻ, അതുപോലെ തറാവീഹ് നിസ്കാരങ്ങൾ, ഓരോ തറാവീഹ് നിസ്കാരത്തിനുമുള്ള പ്രതിഫലങ്ങൾ ഇൻഷാ അല്ലാഹ് വലിയ പ്രതിഫലങ്ങളാണ്. റമളാൻ 1-ൻ്റെ തറാവീഹിനുള്ള പ്രതിഫലം, റമളാൻ 2-ൻ്റെ തറാവീഹിനുള്ള പ്രതിഫലം, 3-ൻ്റെ തറാവീഹിനുള്ള പ്രതിഫലം, അങ്ങനെ ഓരോ തറാവീഹിനും ഓരോ പ്രതിഫലങ്ങൾ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് പ്രതിഫലങ്ങളുടെ അനുഗ്രഹങ്ങളുടെ പേമാരി പെയ്യുന്ന വിശുദ്ധ റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലമാണ്.
അവ്വലുഹു റഹ്മ വൗസതുഹു മഗ്ഫിറ വാഖിറുഹു ഇഅ്തിഖും മിനന്നാർ. അതിൻ്റെ ആദ്യം റഹ്മത്താണ്, അതിൻ്റെ മധ്യഭാഗം മഗ്ഫിറത്താണ്, അതിൻ്റെ അവസാന ഭാഗം മുഅ്തിഖത്തുൻ മിനന്നാറാണ്, നരകത്തിൽ നിന്നും മോചനം ലഭിക്കുന്ന സുന്ദരമായ ദിനരാത്രങ്ങളാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ റമദാനിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക, ആ റമദാനിലേക്ക് ഒരു തയ്യാറായി നിൽക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ഖുർആൻ ഓതാൻ വേണ്ടി ശ്രമിക്കണം. ഖുർആൻ വലിയ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. അത് ലൈലത്തുൽ ഖദറിൻ്റെ അന്നാണ് ഇറങ്ങിയത് എന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെയുണ്ട്. ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞു, ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസത്തിലാണ് അള്ളാഹു ഖുർആനിനെ ഇറക്കിയത്. മറ്റൊരു സ്ഥലത്ത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഇത് ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് ഇറക്കിയത്. ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ റമദാനിലെ അവസാന 10 രാത്രികളിൽ പ്രതീക്ഷിക്കുക എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര പുണ്യം നിറഞ്ഞ, എത്ര പവിത്രത നിറഞ്ഞ മാസമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഓരോ ദിനങ്ങളും, ഓരോ രാത്രികളും, ഓരോ പകലുകളും നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഒന്നും വെറുതെ കളയരുത്. ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോയാൽ അത് വലിയ നഷ്ടമാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം. ഒരു മണിക്കൂർ റമദാനിൽ കണ്ട് കഴിഞ്ഞു പോയാൽ അതിൽ ഒരു ഇബാദത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. അടുത്ത റമദാനിൽ നമ്മൾ ആരുണ്ടാകുമെന്ന് നമുക്കാർക്കും അറിയില്ല. മാക്സിമം ഈ റമദാൻ യൂട്ടിലൈസ് ചെയ്യുക. റമദാനിൻ്റെ മാസപ്പിറവി കണ്ടു എന്ന് പറഞ്ഞാൽ ഈ ദിക്ർ ചൊല്ലണം. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമതി വൽ ഇസ്ലാം റബ്ബി വറബ്ബുകല്ലാഹു ഹിലാലു റഷ്ദിൻ വ ഖൈർ. ഒന്നുകൂടി ചൊല്ലിത്തരാം. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമതി വൽ ഇസ്ലാം റബ്ബി വറബ്ബുകല്ലാഹു ഹിലാലു റഷ്ദിൻ വ ഖൈർ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമതി വൽ ഇസ്ലാം റബ്ബി വറബ്ബുകല്ലാഹു ഹിലാലു റഷ്ദിൻ വ ഖൈർ. ഇത് മാസം കണ്ടു കഴിഞ്ഞാൽ, മാസം കണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ദിക്ർ ചൊല്ലുക. ഒരുപാട് പവിത്രതകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.